അതിൽ നിന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു മനോഹരമായ ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. നമ്മൾ ഒരു വിത്തിൽ നിന്നുണ്ടായ ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇത് കൊണ്ടുവരുന്ന ഒരു സന്തോഷം, ഇത് കൊണ്ടുവരുന്ന ഒരു ആനന്ദം, അത് എത്ര വലിയ ആനന്ദമാണ്, എത്ര വലിയ സന്തോഷമാണ്. അത് നിങ്ങൾ ആലോചിക്കുക. ഒരു മണി വിത്തിൽ നിന്നാണ് ഈ 100 മണികൾ എന്ന് പോലെ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ എന്ന് പറഞ്ഞില്ലേ? 58 സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ എന്ന് പറഞ്ഞു. ചിലപ്പോൾ വല്ലാഹി യുളാഇഫു ലിമൻ യശാഉ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു ധാന്യമണിയിൽ നിന്ന് 58 സബഅ സനാബില, ചിലപ്പോൾ 7 ഭാഗങ്ങളായി ശിഖരങ്ങളായി അത് വരുമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഒരു വിത്താണ്. ഈ ഒരു വിത്തിൽ നിന്ന് ഇപ്പൊ എന്തൊക്കെ ഉണ്ടായത്? 11 ശിഖരങ്ങളാണ് ഇപ്പൊ ഒരു നെന്മണി എന്നാണ് ഉണ്ടായത്. ഒരു വിത്ത് നെന്മണിയിൽ നിന്നാണ് 11 ശിഖരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചിലർക്കൊക്കെ 14, 15 ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഒരു 14, 15 ഒക്കെ ഉള്ള വല്ലാഹി യുളാഇഫു ലിമൻ യശാ. ചില ആളുകൾക്ക് അല്ലാഹു ഇരട്ടിയായി കൊടുക്കും. ഒരു ധാന്യമണിയാണ്. ഈ ഒരു ധാന്യമണിയിൽ നിന്ന് അതിങ്ങനെ 7 ശിഖരായി, 15 ശിഖരായി, 11 ശിഖരമായി അതിങ്ങനെ എന്നിട്ട് അതിങ്ങനെ കതിർക്കുലയായി വരുന്ന ഈ ഒരു മനോഹരമായ ഈ ഒരു കതിർക്കുലയിൽ നിന്ന് എണ്ണി നോക്കി ഇപ്പൊ എണ്ണിപ്പരാൻ കഴിയൂല. എന്തുകൊണ്ട്? അതിങ്ങനെ നിറവേർ കഴിഞ്ഞിങ്ങനെ പുറത്തു വരുന്ന അതിന്റെ പൂമ്പൊടിയോടുകൂടെ അതിങ്ങനെ പുറത്തു വരുന്ന അതിന്റെ സന്തോഷകരമായ ഒരു സമയം. അപ്പൊ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയൂല. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് നെന്മണി എണ്ണാൻ കഴിയും. ഫീ കുല്ലി സുംബുലത്തി മിഅതു ഹബ്ബ. ഓരോ കതിർക്കുലയിലും ചിലപ്പോൾ 100 ധാന്യമണി ഉണ്ടാവും. 100-100-ലേറെയും ഒക്കെ ധാന്യമണിയുള്ള ഈ ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് കൊണ്ടുവരുന്ന ഒരു സന്തോഷം അതെവിടെ നമുക്ക് കിട്ടൂല. അത് 1000 പ്രഭാഷണം നടത്തിയാൽ കിട്ടാത്ത ഒരു സന്തോഷം. തന്റെ കൈ കൊണ്ട് താൻ വിത്തിട്ടത് ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സന്തോഷം എത്രയാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫീ കുല്ലി സുംബുലത്തി മിഅതു ഹബ്ബ. ഓരോ കതിർക്കുലയിലും 100 ധാന്യമണികൾ ഉണ്ടാവും എന്ന് പറയുന്ന അത് നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധർമ്മ എന്ത്? വിത്തിനെ മണ്ണിലിട്ട് മൂടുക. അള്ളാഹു വളർത്തിത്തരും. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. വാഖിഅ സൂറത്തിൽ കാണാം ഈ വചനങ്ങൾ. എന്തൊരു മനോഹരമായ രൂപത്തിലാണ് അള്ളാഹു നമ്മോട് സംവദിക്കുന്നത്. അവിടെ ഒരു ധാന്യമണി നമ്മൾ മണ്ണിലിട്ടതാണ്. ഒരു ധാന്യമണി മണ്ണിലിട്ടതാണ്. എന്റെ കാലിന്റെ ഏകദേശം കണങ്കാലിന്റെ പകുതിയോളം ഈ ചെയറിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന് മുകളിൽ വെള്ളം, അതിന് മുകളിലാണ് ഇത് 1/2 മുതൽ കതിർക്കുലയാണ്. നിങ്ങൾ നോക്ക്, ഒരു ധാന്യമണിയിൽ നിന്ന് ഉണ്ടായ കതിർക്കുല, ഒരു ധാന്യമണിയിൽ നിന്നാണ് ഈ കതിർക്കുല വരുന്നത്. നിങ്ങൾ ഇതിന്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്ക്. അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ മണ്ണിലിട്ട് മൂടുന്ന വിത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അതിനെ കൃഷിയാക്കി വളർത്തി തരുന്നത് നിങ്ങളാണോ നാം ആണോ? അപ്പോൾ ഇവിടെ 2 ധർമ്മം പറയുന്നുണ്ട്. എന്താ 2 ധർമ്മം? ഒന്ന്, വിത്തിനെ മണ്ണിലിട്ട് മൂടുക എന്നത് നിങ്ങളുടെ ധർമ്മം. അത് വളർത്തി തരുക എന്നത് നിങ്ങളോട് എന്റെ ഒരു സഹായം. അത് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ആ ധർമ്മം ഞാൻ നിർവഹിച്ചിരിക്കും എന്ന് സാരം. അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ മണ്ണിലിട്ട് മൂടിയ ഒരു വിത്തിനെ പറ്റി അല്ലെങ്കിൽ ആ കൃഷിയെ പറ്റി, കൃഷി എന്ന് പറയണ്ട, ആ വിത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ധാന്യമണി മണ്ണിലിട്ടതാ. ഇപ്പൊ ഈ ഏരിയയിൽ ഒരു 10-20 ധാന്യമണിയാണ് വീണിട്ടുള്ളത്. എന്നാൽ എത്രയാണ് ഈ കതിർക്കുലകൾ? 1-ൽ നിന്ന് 10-ഉം 15-ഉം എല്ലാം. 1-ൽ നിന്ന് 10-ഉം 15-ഉം. ഇവിടെയൊക്കെ 15-ഉം അല്ല ഉള്ളത്. ഫീ കുല്ലി സുംബുലത്തി മിഅതു ഹബ്ബ. ഓരോ ധാന്യമണിയിൽ നിന്നും 7-ഉം 10-ഉം 15-ഉം ഒക്കെ 14-ഉം ചിലപ്പോൾ 28-ഉം ഇങ്ങനെ ഇതിനേക്കാൾ നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാല് ഇതിനേക്കാൾ വിളയും. വല്ലാഹി യുളാഇഫു ലിമൻ യശാ. ചില ആളുകൾക്ക് അല്ലാഹു തആല ഇരട്ടിയാക്കി കൊടുക്കുമെന്നാണ്. ഇത് സ്വതക്കയുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞതല്ല. സ്വതക്ക ചെയ്യണമെങ്കിൽ ആദ്യം വലുത് ഉണ്ടാവണ്ടേ? എന്നാലല്ലേ സ്വതക്ക ചെയ്യാൻ കഴിയൂ. സ്വതക്ക ചെയ്യണമെങ്കിലും മണ്ണിൽ ഉണ്ടാവണല്ലോ. മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തിൽ നമ്മൾ ചെയ്യേണ്ട ധർമ്മം എന്താണ്? അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ മണ്ണിലിട്ട് മൂടുന്ന വിത്ത്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അതിനെ കൃഷിയാക്കി വളർത്തി തരുന്നത് നിങ്ങളാണോ നാം ആണോ? ഒരിക്കലും നിങ്ങൾക്കതിന് സാധ്യമല്ല. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്ന പക്ഷം അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കിത്തരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്നത് മനുഷ്യന്റെ അടിസ്ഥാന കാര്യമാണ്. കച്ചവടത്തെക്കാളും മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം
കച്ചവടക്കാരനായിരുന്നു എന്നല്ല പുണ്യ നബി പറഞ്ഞത്. കാന ആദം ഹാരിസൻ, ആദം കർഷകനായിരുന്നു എന്നാണ്. കൃഷിയാണ് മാനവ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനം, മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കൃഷിയാണ്. ആ കൃഷിയിൽ ഏറ്റവും അടിസ്ഥാനം നെല്ലും ഗോതമ്പും തന്നെയാണ്. മൃതമായി കിടക്കുന്ന ഭൂമി നമ്മുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്താണ്. എന്നിട്ട് ആ മൃതമായി കിടക്കുന്ന ഭൂമിയെ നാം ജീവസുറ്റതാക്കി. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വെള്ളത്തെ ഞാമാണ് ചൊരിച്ചെന്ന്. ഇതാ ഞാൻ ആ ചൊരിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമാണ് ഈ വെള്ളത്തിൽ നിൽക്കുന്നത്, ഈ ചേറിലും വെള്ളത്തിലും. ഇതിൽ നിന്നല്ലേ, ഇത് ഞാൻ മാത്രമല്ല കഴിക്കുക, ആരൊക്കെയോ കഴിക്കും. അള്ളാഹുവിന്റെ സഹായത്താൽ ഇത് ഈ വിധത്തിലാവുന്നതിന്റെ പിന്നിൽ ഉള്ള മനുഷ്യാധ്വാനത്തിന്റെ 99% മനുഷ്യാധ്വാനം എന്റേതാണ്. പക്ഷെ കഴിക്കുന്നത് പുൽച്ചാടികൾ കഴിക്കും, ചെറിയ ചെറിയ ചാതികൾ കഴിക്കും, ചെറിയ ജീവികൾ കഴിക്കും. പിന്നെ ജാതി വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത മാനവകുലത്തിൽ പലരും കഴിക്കും. ഇതാ ഈ കാണുന്ന വിശാലമായ നെൽവയൽ, ആ നെൽവയലില് 99% തൊഴിൽ ചെയ്തിട്ടുള്ളത് ഞാനാ. ഈ ഒരു ഇടക്കാലത്ത് ഉണ്ടായ ഈ കഠിനാധ്വാനം എന്നൊന്നും പറയണ്ട. അധ്വാനം പല ഭാഗത്തേക്ക് പോയപ്പോഴും ഈ ഭാഗത്തും അധ്വാനം വന്നിട്ടുണ്ടതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മനസ്സിന് നിർവൃതിയുണ്ടായ ഒരു സന്തോഷം. ധാന്യത്തെ ഉൽപ്പാദിപ്പിച്ചു. ആ ധാന്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ധാന്യമാണ് നെല്ലും ഗോതമ്പും. അതുകൊണ്ട് ഏറ്റവും നല്ല കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതെന്താണെങ്കിലും അത് കൊണ്ടുവരുന്ന ഒരു ആനന്ദം. ഈ ആനന്ദത്തിന്റെ വേറെ പ്രത്യേകത എന്താ? നമ്മൾ കേര കർഷകരാണ്, തെങ്ങ് കുത്തി കൃഷി ചെയ്യണം. തെങ്ങിന് പറ്റുന്ന ഭൂമിയിൽ തെങ്ങിന് കൃഷി ചെയ്യണം. അതിനൊന്നും ഇവിടെ എതിരെ ഞാൻ പറയുന്നില്ല. നെല്ലിന് പറ്റുന്ന ഭൂമിയിൽ തെങ്ങ് കൃഷിയായി ചെയ്യരുത്. എന്തുകൊണ്ട്? മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ അത് തേങ്ങയല്ല, അത് നെല്ലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ ഉണ്ടാക്കണം. ഭാവിയിൽ എന്താണ് സൊസൈറ്റിക്ക് വരാൻ അറിയൂല, ഇനി എത്ര അരി വരാനുണ്ട് അറിയൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അടിസ്ഥാനപരമായ ഭക്ഷ്യധാന്യം എന്ന് പറഞ്ഞാൽ അത് നെല്ല് തന്നെയാണ്. നാം അതിൽ നിന്ന് ധാന്യത്തെ പുറപ്പെടുവിച്ചു. ആ ധാന്യത്തിലെ പ്രധാനപ്പെട്ട ധാന്യമാണ് ഈ മനോഹരമായ നെല്ല്. ഇത് കൊണ്ടുവരുന്ന ഒരു സന്തോഷം എത്രയാ! പടച്ചതമ്പുരാന് ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഈ ധാന്യം, അതിനെ ആരുടെയൊക്കെ കയ്യിൽ കിട്ടിയോ അതിനെയൊക്കെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ